3-4 ദിവസം കൊണ്ടേ ഭയങ്കര മഴയാണ് ഇവിടെ. നമ്മൾ മുവേലയിലായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം പെട്ടെന്ന് കയറും കേട്ടോ. വെള്ളം കയറി കഴിഞ്ഞാൽ അത് ഇറങ്ങി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തൊട്ട് തന്നെ ഒരു മഴ നമുക്ക് തുടങ്ങി, ചെറിയതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ ജോലിക്ക് പോയില്ലല്ലോ, എന്നാൽ പിന്നെ കുറച്ച് നമുക്ക് ചായയൊക്കെ ഇട്ട് ഇങ്ങനെ വിട്ടിരിക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരു ചായ ഇട്ടു. പിന്നെ പുട്ടുണ്ടാക്കി, നമ്മളുടെ മറ്റേ ചെമ്പാവ് പുട്ടില്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഗോതമ്പ് പുട്ടല്ല, ഗോതമ്പ് അരിപ്പുട്ടല്ല, മറ്റേ ഈ കളറില്ലേ, ഈ കളറ് പുട്ടാണ്. ഞാൻ പിന്നെ അതൊരു കുറ്റിപ്പുട്ടും കഴിച്ചു, പിന്നെ ചായയും കുടിച്ചു. ദൂരേക്ക് നോക്കി നമ്മൾ വിചാരിക്കും അവിടെ ഒഴുക്കുള്ള ഏതാണ്ട് തോടാണെന്ന്. അത് പക്ഷേ തോടല്ല കേട്ടോ. അവിടെ ആണെന്നുണ്ടെങ്കിൽ വെള്ളമാണിങ്ങനെ. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോകത്തില്ല. മഴ കാരണം തന്നെ നമ്മുടെ ഷൂവിനകത്തും ചെരുപ്പിനകത്തും ഒക്കെ ഈ പൊടിയാണെന്നുണ്ടെങ്കിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രവീണാണെങ്കിൽ ചെറിയ അലർജി ഉണ്ട് പൊടിയുടെ. അതുകൊണ്ട് പിന്നെ ഞാൻ പൊടിയെല്ലാം തട്ടിക്കുടഞ്ഞ് ഞാൻ രാവിലെ തന്നെ എന്നാൽ തൂത്തൊക്കെ വാരി നല്ല വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചത്. തൂത്തൊക്കെ വാരി. പിന്നെ ഞാൻ പുറത്ത് നോക്കുന്നുണ്ട്, ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് കേട്ടോ. മഴയ്ക്കൊരു കുറവൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടായിരുന്നു വന്നത് പേപ്പേഴ്സൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് വർക്ക് ചെയ്യാനുള്ളതെല്ലാം എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കിനൊന്നും വെക്കണ്ട. തലേന്നത്തെ നമുക്ക് മീൻകറിയുണ്ട്, ചൂരക്കറി. അതുകൊണ്ട് പിന്നെ മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ ചോറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല. പിന്നെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. ഒരു പൊട്ടൊക്കെ അങ്ങ് തൊട്ട് ഞാൻ സുന്ദരിയാവാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആവുന്ന സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഉച്ച വരെ ഉള്ളത് നമുക്ക് ഉണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ മഴ ആയതുകൊണ്ടും ഈ കർട്ടനൊക്കെ മാറ്റിയിടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു റൂം കാണാൻ. ഇപ്പം കുറച്ചുകൂടി ഇഷ്ടം തോന്നും. കാരണം എന്താ വെച്ചാൽ നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളതിനോട് ഭയങ്കര സ്നേഹം തോന്നത്തില്ലേ, ഇല്ലാണ്ടാവുന്നെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിപ്പോൾ റൂം ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ത് ചെയ്യാനാണ്, നമ്മൾ ഇവിടുന്ന് മാറേണ്ടതായിട്ട് വരും താമസിക്കേണ്ട തന്നെ. ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടാണ് ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് ആക്കി വെച്ചത്. ഇനി അതെല്ലാം മാറ്റണം. പിന്നെ കുറച്ച് വർക്ക് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ട് മഴ കുറച്ച് കഠിനമായപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കർട്ടനൊക്കെ മൂടിയിട്ടിട്ട് ഞാൻ പിന്നെ കിടന്നുറങ്ങി. മൂടിയിട്ട് നമ്മൾ കിടന്നുറങ്ങി. പിന്നെ ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, കാരണം മഴയാണ്, പുറത്ത് പോകാൻ പറ്റത്തില്ല. പിന്നെ പ്രവീണാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഉറക്കം പാസ്സാക്കാമെന്ന് വിചാരിച്ചു. അതേലും നടക്കട്ടെ. അതിപ്പോൾ എവിടെ ആണെങ്കിലും മഴയാണെങ്കിൽ ആ ഒരു സൗണ്ടും ആ ഒരു ഇടിയുടെ ഒച്ചയും മിന്നലിൻ്റെ ഒച്ചയൊക്കെ കേട്ട് ഉറങ്ങാൻ നല്ല രസമായിരിക്കും അല്ലേ. അങ്ങനെ ഞാൻ ഒരു ചെറിയ ഉറക്കത്തിന് വേണ്ടിയിട്ടൊന്ന് കിടന്ന് ഞാൻ ഉണർന്നു നോക്കിയപ്പോഴത്തേന് നേരം പരവരാ വെളുത്ത പോലുള്ള പ്രകാശമായിരുന്നു. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.